ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമല്ലോ അല്ലേ? അല്ലേ പിന്നെ എന്തോ രസം. അങ്ങനെ ഞങ്ങൾക്കൊരു ഓഫും കിട്ടി. ഞങ്ങൾ നേരെ പാപ്പമൂവയിലുള്ളൊരു ഫാമിലേക്ക് വന്നിരിക്കുകയാണ് സ്ട്രോബെറി പറിക്കാൻ. ഇത് ഞങ്ങളുടെ അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു 20 minutes. ഈ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ കണ്ട് പോയിരിക്കുന്നതല്ലാതെ ഇതുവരെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ന്യൂസിലൻഡിലെ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ ഫാമുകളുടെ ലിസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ പല ഫാമുകളിൽ പോയി. ആദ്യത്തെ 1-2 ഫാമുകളിൽ അവർ കയറ്റിയില്ല, അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് സ്ട്രോബെറീസ് അധികം നല്ലതില്ല. അങ്ങനെ മാറി മറിഞ്ഞ് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞേതായാലും ദൈവം സഹായിച്ച് നല്ലൊരു ഫാമിൽ വന്നിരിക്കുക കേട്ടോ. നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നല്ല വരിയായിട്ട് സ്ട്രോബെറീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു ഫാം. നല്ല വിശാലമായ ഷോറൂം എന്ന് പറയില്ലേ, അതുപോലെ. അതിൽ നമ്മൾ അവരുടെ ചെന്ന് ഒരു $2 കൊടുത്തു കഴിഞ്ഞാൽ, എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് കിട്ടും. ആ ബോക്സുമായിട്ട് അവർ പറയുന്ന ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട്, പല ഏരിയാസ്. അവർ പറയുന്ന നമ്പറിലുള്ള ഏരിയയിലോട്ട് നമ്മൾ ചെല്ലണം. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് $2 കൊടുത്ത് അത് നിറയ്ക്കാനുള്ള ബാസ്ക്കറ്റൊക്കെ ആയിട്ട് നേരെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് 4th കൗണ്ടറിലാണ്. സോ അങ്ങോട്ട് നമ്മൾ ചെന്നു. അവിടെ സ്ട്രോബെറി പിക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ വലിയ ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നോ ഈറ്റിങ്ങിനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് നേരെ സ്ട്രോബെറികളുടെ അടുത്തേക്ക് എത്തി. നല്ല രസമായിരുന്നു അതിങ്ങനെ പറിക്കാൻ. ഇച്ചിരി പാടായിരുന്നു, കത്രിക എടുക്കേണ്ടതായിരുന്നു. പോട്ടെ. പക്ഷേ ഇത് പറിച്ചപ്പോഴേ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. പിന്നെ അതങ്ങ് ശീലമായി. പക്ഷെ നല്ല ഫ്രഷ്, എന്താ പറയുന്നത്, സ്ട്രോബെറിയുടെ മണം ഉണ്ടല്ലോ, നല്ല മണം തന്നെയുണ്ടല്ലോ. ഈ ഫ്ലേവർ എന്നൊക്കെ പറയുമ്പം കറക്റ്റ് നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറീസ്. പിന്നെ ഒന്നും പറയണ്ട, കരിമീൻ കാട്ടിൽ ആന ഇറങ്ങിയതുപോലെ ഞാനൊരു വഴിക്ക്, ഷിതിനൊരു വഴിക്ക്, റോണി ബ്രദർ ഒരു വഴിക്ക്, ജിബി ഒരു വഴിക്ക്, എല്ലാവരും സ്ട്രോബെറി പറിക്കാൻ പോയി അവരവരുടെ ബാസ്ക്കറ്റായിട്ട്. ഞാൻ തപ്പി അങ്ങ് പറിച്ചത്. ഒരുപാട് വഴിക്കാത്ത നോക്കിയെടുക്കണം അല്ലേ? ഒന്ന് പറിച്ച് ഞാൻ തിന്നുവാണേ. ഇത് കാണോ? ഞാൻ ഒരെണ്ണം തിന്നു നോക്കിയായിരുന്നു. ആണോ? ഒരെണ്ണം കൊള്ളാടി. ഞാൻ കണ്ടു. നല്ല വായി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ മെലണൊക്കെ കഴിക്കുമ്പോൾ ഒരു അലിഞ്ഞു പോകുന്നൊരു ടൈപ്പില്ലേ, അതുപോലായിരുന്നു ഈ സ്ട്രോബെറി വായി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നത്. വെള്ളം കണ്ടൻറ്റ് ഒത്തിരി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതായി പോകുന്ന പോലെ നമുക്ക് കഴിക്കുമ്പോൾ. നല്ല രസമായിരുന്നു എന്തായാലും. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന്, ഞാൻ വളരെ സ്ലോ ആയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പറിച്ച് തീർന്നു. എന്നിട്ട് ഞാൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ നോക്കും ഓരോന്നിൻ്റെയൊക്കെ ഷേപ്പും ഉണ്ടോ, ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് അതിനെ എല്ലാം പറ്റി കമൻറ്റും അടിച്ച് കുറേ വീഡിയോയും എടുത്ത് ഞാനിങ്ങനെ നടന്ന് ഞാൻ ലേറ്റായി. ഇതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മളെങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും? എന്ത് രസമായിട്ടാണ് കിടക്കുന്നത് നോക്കും. ഞങ്ങൾ ഈ പറയുന്ന ചില സ്ഥലത്തൊക്കെ പോയെടുത്ത് സ്ട്രോബെറി ഇങ്ങനെ മണ്ണിലോട്ട് കിടക്കുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. ഇത് നല്ല വൃത്തിയിൽ അവർ പറയുന്ന ആ സ്ട്രോബെറിയിൽ മണ്ണൊന്നും തട്ടാതെ നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇങ്ങനെ അത് തന്നെയല്ല, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല രസം. അത് നമുക്ക് ഏറ്റവും നല്ലത് നോക്കി എടുക്കാനും ഭയങ്കര സൗകര്യമായിട്ട് തോന്നി കേട്ടോ ഇവരുടെ ഈ അറേഞ്ച്മെൻറ്റ്. എന്തായാലും ഓരോന്നിൻ്റെയൊക്കെ എന്തോ സൈസും കളറും ഒക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. എന്തായാലും ഹാർവെസ്റ്റ് ഒരു വാതിരി കഴിയാറായി. നമ്മളൊരു പരിധി കൂടുതൽ പറിച്ചുകൊണ്ട് പോയിട്ടും കാര്യമില്ലല്ലോ. എന്നാലും നടന്ന് എടുക്കാവുന്ന മാക്സിമം ഞങ്ങൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. 2 കൊട്ട നിറച്ച് നല്ല ഫ്രഷ് സ്ട്രോബെറി. പിന്നെ ഷിതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷിതിൻ വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ 2 കൊട്ട എടുത്തെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്ട്രോബെറി പിക്കിങ്. ഒരു കൊല എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാനങ്ങനെ നല്ലതാണ് നോക്കി പറിച്ചെടുത്തതെന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ വന്ന് നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കൊട്ട നോക്കുമ്പോൾ എൻ്റെ ഇതിനകത്താണ് ഏറ്റവും ചെറുതും ഏറ്റവും കളറ് കുറഞ്ഞതും ഒക്കെ. അങ്ങനെ തീർന്നെന്ന് വിചാരിച്ച് ഞാൻ തപ്പി നടന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഏറ്റവും വലുത് നോക്കി വരണം. എൻ്റെ കൈയുടെയൊക്കെ ഏകദേശം അത്രയും വലിപ്പമുണ്ട് കേട്ടോ അതിന്.
പിക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഹാർവെസ്റ്റ് കണ്ടോ. എനിക്കും കിട്ടിയൊരു വലുത് നിറയെ വലുതുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പാത്രം നിറച്ച് വലുതാണ്. എനിക്കാകെ പറഞ്ഞോളൂ ബിഗ് വൺ. എന്താ ഇതിനെ പറയണ്ടേ, ടൊമാറ്റോ പോലെ. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ഫ്രഷ് സ്ട്രോബെറി പറിക്കലൊക്കെ ഇങ്ങനെ നടന്ന് നീങ്ങി. ഇതിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചെല്ലുക, വെയ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് ഇനി അവിടെ ഉള്ളത് ഐസ്ക്രീമാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി ഫ്രോസൺ ആണ് കേട്ടോ. ഇവിടുന്ന് തന്നെ ഉള്ളത് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഐസ്ക്രീമിനകത്ത് അവരിതിങ്ങനെ മിക്സ് ചെയ്ത് നല്ല ഫ്രഷ് സ്ട്രോബെറി ഐസ്ക്രീം അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. വേറെ ആഡഡ് അത്ര മധുരങ്ങളൊന്നുമില്ല ഇതിനകത്ത്, ചെറിയൊരു പുളിയും അതൊക്കെ ഉണ്ട്. എങ്കിലും നല്ല ഫ്രഷായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് അതിങ്ങനെ അവർ ആഡ് ചെയ്ത് ക്രഷ് ചെയ്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുന്നത് കാണാനും കഴിക്കാനും നല്ല രസമായിരുന്നു. അങ്ങനെ അതെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സ്ട്രോബെറീസ് നടന്ന് പറിക്കുന്നതിൻ്റെ കൂടെ കുറേ കഴിച്ചു. അത് കഴിച്ചത് കൂടാതെ ഈ ഐസ്ക്രീമും കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വയറ് നിറഞ്ഞു കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മളുടെ ടമ്മിക്ക് ഫുൾ സ്ട്രോബെറി മയമാണ്. സ്ട്രോബെറി മുഴുവൻ ഫ്രഷായിട്ട് കഴിച്ചതും പിന്നെ അതിൻ്റെ ഐസ്ക്രീമും എല്ലാം കൂടെ ജയൊക്കെ പോകാം. മധുരം ചുമ്മാ ആർട്ടിഫിഷ്യൽ മധുരം ഇട്ടിട്ടില്ലാത്ത പോലെ തന്നെ ഉള്ള മധുരം. ഞങ്ങളുടെ വീട്ടിലൊക്കെ കണ്ടിട്ട് വേറൊരാളിവിടെ വന്ന് കുറേ നേരം നോക്കി നിന്നു. ചെറിയതായിട്ട് ഞങ്ങൾ ഇച്ചിരി കഴിക്കാൻ കൊടുത്തെങ്കിലും അത് കഴിച്ചൊന്നുമില്ല. ഇത് സ്ഥിരം കാണുന്നതല്ലേ. ഇത് ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട് അവിടെ വന്നിരുന്ന് ഞങ്ങൾ കഴിക്കുന്നതൊക്കെ നോക്കി. ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു കുറച്ച് നേരം. പോകുന്നതിന് മുന്നേ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. നല്ല ബിഹേവിയർ ആൾക്കാരായിരുന്നു. അങ്ങനെ അതിനെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ഫ്രഷ് സ്ട്രോബെറി കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആൻഡ് കളർഫുൾ അല്ലേ, നല്ല റെഡ്. എനിവേ അതെല്ലാം വാഷ് ചെയ്ത് ഞാൻ വൃത്തിയാക്കി ഏത് നേരവും ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ കഴിക്കാൻ പാകത്തിന് തുടച്ചൊക്കെ എടുത്ത് വെച്ച്. ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ. ഇങ്ങനെ ഒരു സ്ട്രോബെറി പിക്കിങ്ങിന് പോകാനൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങളും പോകണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.